ഹലോ, വെൽക്കം ബാക്ക് ടു പിക്ക് ആൻഡ് മിക്സ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ കോമ്പിനേഷനായ സലാഡും കൂടി തയ്യാറാക്കുന്നത് കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസ് അല്ലെങ്കിൽ ജീര റൈസ് എന്നൊക്കെ പറയുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരി എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ്, 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി ഏകദേശം അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ വെച്ച് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഞാൻ ഏകദേശം 8 വിസിലാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മളെടുക്കുന്ന ബീഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വറവായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വറുത്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ബിരിയാണി മസാലയായ പട്ട, കറാമ്പൂ, ഏലക്ക, സ്റ്റാർ എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കഷ്ണം സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നടുവ് കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുക്കുന്നത് അരികൾ തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നല്ല ബലമൊന്നും ഉണ്ടായിരിക്കില്ല നമ്മളെ റൈസ്, കാരണം നമ്മൾ അരി അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഞാൻ 1.5 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരല്പം വെള്ളം കൂടെ അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 കഷ്ണം നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ക്യാരറ്റും പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിളൊക്കെ റൈസിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളെ ബിരിയാണി നല്ല ടേസ്റ്റ് ആവുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മസാലയാക്കി എടുക്കണം. നമ്മളെ ബീഫിൽ വെള്ളമുണ്ട്, നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തുറന്ന് വെച്ചിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്, കാരണം നമ്മളെ ബീഫ് അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് അതിൻ്റെ ഇടയ്ക്ക് കുക്കായി വന്നിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചെപ്പും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൈസിൻ്റെ കാര്യം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 3-4 കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 5 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വരാൻ വേണ്ടി ഞാനതൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഞാൻ 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ഉള്ളി ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ നമ്മളെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളകും നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കൈപ്പിടി മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിനയും ഒരു പിടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറവ് കണ്ട കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ഫ്ലേവറാണ് നമ്മൾ ബിരിയാണി മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ആക്കി തരുന്നത്. അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ റൈസൊക്കെ വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദമ്മിടുന്ന പ്രൊസീജിയറും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഗീ അതിലുണ്ട്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ സലാഡ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം കുക്കുംബർ, അനാറ്, വലിയ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൈരും അതുപോലെ കുറച്ച് സുർക്കം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സലാഡും തയ്യാറായിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇനി ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ലാസ്റ്റ് ഞാൻ സലാഡിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.